മുതലപ്പഴി മത്സ്യബന്ധന തുറമുഖത്ത് മണ്ണടിയുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും ട്രേഡ് യൂണിയൻ നേതാക്കളുമായും സംയുക്ത സമരസമിതിയുമായും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട MLA ശ്രീ വി ശശിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഇപ്പോ ചർച്ച ചെയ്യപ്പെടുകയുണ്ട്. ചർച്ചയിലെടുത്ത പൊതുവായ തീരുമാനം ഒന്ന്, നിലവിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രഡ്ജർ അത് 10 മണിക്കൂറാണ് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്യുന്നത്. ആ ഡ്രഡ്ജർ 3 ദിവസം കൊണ്ട് 20 മണിക്കൂറായിട്ട് ഡ്രഡ്ജിങ് സമയം നീട്ടാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്. അതായത് പുതിയതായി ഒരു സംവിധാനം കൂടി, ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ ജോലിക്കാരുടെ ഒരു സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് 3 ദിവസം ഏർപ്പെടുത്തി 20 മണിക്കൂർ നിലയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഇപ്പോൾ ആലോചിച്ചത്, കേരള മാരിടൈം ബോർഡിന്റെ ചുമതലയിലുള്ള ഉടമസ്ഥതയിലുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ അത് കണ്ണൂരിൽ നിന്ന് അടിയന്തരമായി എത്തിക്കുക. ഏകദേശം 10 ദിവസക്കാലം വേണം അത് ഇവിടെ എത്താൻ. കരമാർഗം കൊണ്ടുവരാൻ കഴിയില്ല, കടൽ മാർഗമാണ് കൊണ്ടുവരേണ്ടത്. അത് ഇവിടെ ഒരു 26-ാം തീയതിയോടുകൂടി എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. ചീഫ് എഞ്ചിനീയർ അടക്കം അതിനുവേണ്ടി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അതിന്റെ നടപടി ദ്രുതഗതിയിൽ തന്നെ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ലോങ് ബൂം ഹിറ്റാച്ചി ഇപ്പൊ 4 എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. 2 എണ്ണം കൂടി നാളെ രാവിലെ മുതൽ അവിടെ മണ്ണ് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഇപ്പൊ തീരുമാനിച്ചു. അപ്പൊ ഈ നിലയിൽ ഡ്രഡ്ജിങ്ങും ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാറ്റലും കൂടി വന്നാൽ വളരെ വേഗം മുതലപ്പടിയിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം പൊഴി മുറിക്കുക എന്നതാണ്. അവിടെ വക്കം, ചിറയൻകീഴ്, കടയ്ക്കാവൂർ, അഞ്ചുതെങ്ങ്, അഴൂർ, കഠിനംകുളം എന്നീ പ്രദേശങ്ങളിൽ പൊഴി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. യുദ്ധകാല അടിസ്ഥാനത്തിൽ നാളെ രാവിലെ മുതൽ പൊഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടറും പോലീസിന്റെ സഹായത്തോട് അവിടെ പൊഴി പൂർണ്ണമായും മുറിച്ചു മാറ്റാനുള്ള സംവിധാനം, പൊഴി മുറിച്ചെങ്കിൽ മാത്രമേ ഡ്രഡ്ജർ ഉൾപ്പെടെ അവിടെ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും വേഗം പൊഴി മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഈ പഞ്ചായത്തുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഡ്രഡ്ജ് ചെയ്ത മണ്ണ് അഴിമുഖത്ത് കിടക്കുകയാണ്. അത് നാളെ മുതൽ നീക്കം ചെയ്യാൻ തുടങ്ങും. വലതുഭാഗത്തേക്കാണ് അത് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ നടപടി നാളെ മുതൽ സ്വീകരിക്കും. അതുപോലെ തന്നെ കൊല്ലത്ത് കളക്ടർ 19-ാം തീയതി ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലം ഹാർബറിൽ ഇവിടെ നിന്നെത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് സൗകര്യം, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എത്തുന്നവർക്ക് മത്സ്യബന്ധനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു യോഗം കൊല്ലം കളക്ടർ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഈ ദിവസങ്ങളിൽ തൊഴിലിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിതോപാധി അല്ലെങ്കിൽ സഹായങ്ങൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നത് ഗവൺമെന്റ് തലത്തിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതിന് ആണ് ഇന്നിപ്പോ ധാരണയായിട്ടുള്ളത്. സർക്കാർ തലത്തിൽ പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയുമായിട്ടെല്ലാം സംസാരിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതിനെപ്പറ്റി തുടർന്ന് പിന്നീട് ചർച്ച ചെയ്യും. മത്സ്യബന്ധന തുറമുഖം അതാണ് യാഥാർത്ഥ്യമായി 177 കോടിക്ക് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അടുത്ത 20-ാം തീയതി ഔദ്യോഗികമായി മത്സ്യബന്ധന തുറമുഖത്തിന് നിർമ്മാണം ആരംഭിക്കും. ഇതോടുകൂടി അത് ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മത്സ്യബന്ധന തുറമുഖം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ മരണപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. ഇനി ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ അപകടരഹിതമായ ഒരു മുതലപ്പുഴി ഹാർബർ ഉണ്ടാകുക എന്നത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതിനുവേണ്ടി വലിയ പരിശ്രമമാണ് ഗവൺമെന്റ് നടത്തിയത്. തീർച്ചയായിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ 3 വർഷം കൊണ്ട് തന്നെ ഹാർബർ അതിന്റെ നവീകരണം യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. അതിനുവേണ്ടി വലിയ ഉത്തരവാദിത്തമാണ് ഫിഷറീസ് വകുപ്പും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ ചെയ്യുന്നത്.
അതിന്റെ ഭാഗമായി നടന്ന ചർച്ചകളിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അന്ന് പരിഹരിച്ചു. ഒന്ന്, അവിടെ 30 പേരുടെ ഒരു ടീമിനെ മാസങ്ങളായി വർഷങ്ങളായി അപകടമുണ്ടായാൽ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി സ്ഥിരമായി നിയമിച്ചു. അത് നമ്മൾ നടപ്പാക്കി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസ് അവിടെ നടപ്പാക്കി. അവിടേക്ക് വരുന്ന റോഡ് പുതിയതായി ടാർ ചെയ്ത് നൽകി. ഹാർബറിലേക്ക് ആവശ്യമായ ലൈറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ കഴിയുന്ന രൂപത്തിൽ മറ്റ് പല ക്രമീകരണങ്ങളും, പ്രത്യേകിച്ച് അദാനി പോർട്ടിന്റെ പ്രവർത്തന കാലാവധി അവസാനിപ്പിക്കുമ്പോൾ പൊളിച്ചു മാറ്റിയ പുലിമുട്ട് പുനർനിർമ്മിച്ച് അപകടരഹിതമാക്കുന്നതിനുള്ള നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചു. ചെയ്യാവുന്ന മനുഷ്യ സഹജമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അവിടെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കുറ്റം പറയുന്നുമില്ല. അത് വന്ന എല്ലാ സംഘടനകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിനകത്ത് കോപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മത്സ്യത്തൊഴിലാളിയുടെ ഒപ്പമാണ് ഗവൺമെന്റ്. ആ മത്സ്യത്തൊഴിലാളിയുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള കഠിനാധ്വാനമാണ് ഗവൺമെന്റ് ചെയ്തത്. അത് ഏറ്റവും വേഗം പരിഹരിച്ച് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ മുതലപ്പൊടി പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്നാണ് പറയാം. യെസ്, നാളെ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാളെ തന്നെ നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ നടപടിക്രമങ്ങളും നാളെ മുതൽ വളരെ സ്പീഡിൽ പോകും. അല്ല, അവരെല്ലാം ഇങ്ങോട്ട്, കാരണം ഈ 5 പഞ്ചായത്തിൽ വെള്ളപ്പൊക്കത്തിന്റെ പ്രയാസം ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഇപ്പൊ 2 മഴ പെയ്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലെ ആളുകൾ പ്രയാസം. മാത്രമല്ല കോടിക്കണക്കിന് മത്സ്യങ്ങൾ അവിടെ വളർത്തുന്നുണ്ട്. ഇപ്പൊ അവിടെ തന്നെ ഒരാൾ പറഞ്ഞത് 2 കോടിയുടെ ചെമ്മീൻ ഉൾപ്പെടെ വളർത്തുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ അത്തരം കേന്ദ്രങ്ങളെല്ലാം വലിയ അപകടത്തിലേക്ക് പോകും. അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരെയും നമുക്ക് രക്ഷിക്കണം. ഇവിടെ ഡ്രഡ്ജ് ചെയ്ത് തൊഴിലാളിക്ക് പണിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കണം. 2 സമാന്തരമായി നടക്കും. അതെ, മണ്ണ് മാറ്റുന്നതിന് തടച്ചിലുണ്ടായി, പൊടി മുറിക്കുന്നതിന് തടച്ചിലുണ്ടായി. അതെല്ലാം അവരെ ബോധ്യപ്പെടുത്തി. അത് ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അവിടെ അവരുടെ സഹകരണത്തോടുകൂടി പൊടി മുറിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണോ അവരുടെ നിയമം, അത് അനുസരിച്ച് നടപ്പാക്കും. അത് പ്രകാരം അത് പൊടി മുറിച്ചേ പറ്റും. കാരണം 5 പഞ്ചായത്ത് വെള്ളത്താൽ പ്രയാസം ഉണ്ടാവും, കോടിക്കണക്കിന് മത്സ്യസമ്പത്ത് നഷ്ടപ്പെടും എന്ന് വരുമ്പോൾ അത് മുറിക്കുകയും വേണം. എടുത്ത മണ്ണ് മാറ്റി എങ്കിൽ മാത്രമേ പുതിയ ഡ്രഡ്ജ് ചെയ്ത് മണ്ണിടാൻ പറ്റൂ. പുതിയ ഡ്രഡ്ജർ കൊണ്ടുവരണം. നിലവിലുള്ള ഡ്രഡ്ജറിന്റെ ശക്തി, കപ്പാസിറ്റി കൂട്ടി കൂടുതൽ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുകയും വേണം. വളരെ ലളിതമായി ചോദിച്ചു. മിനിസ്റ്റർ പറഞ്ഞു സാധ്യമായതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. സെപ്റ്റംബറിൽ തുടങ്ങേണ്ട ഡ്രഡ്ജിംഗ് ആണ് ഡിസംബർ കഴിയുമ്പോൾ തുടങ്ങുന്നത്. സെപ്റ്റംബറിൽ ശരിക്കും പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് ചെയ്യേണ്ടതായിരുന്നു. അത് അദാനി ഗ്രൂപ്പിന്റെ ഒരു ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്, പണം നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു. അത് കാരണം ഡ്രഡ്ജിംഗ് വൈകി. ഇതൊക്കെ ശരിയായ കാര്യങ്ങളല്ലേ? അങ്ങ് മനസ്സിലാക്കേണ്ട 18/12/2024 ടെൻഡർ ചെയ്ത് RTF ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നമ്മൾ കരാർ വെച്ചു. അതായത് ഡിസംബർ മാസത്തിൽ കരാർ വെച്ചു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഇത്രയും മാസത്തിന് മുമ്പ് നമ്മൾ കരാർ വെച്ചു. പക്ഷെ ഈ എടുത്ത കമ്പനി, ആ കമ്പനിക്ക് ഇത് ഡ്രഡ്ജ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ഡ്രഡ്ജർ അവർക്ക് സ്വന്തമായിട്ടില്ല. അയാൾ ഇത് ഹയർ ചെയ്യാൻ പോയി. അയാൾ ഹയർ ചെയ്യാൻ പോയപ്പോൾ അയാൾക്ക് വേണ്ടത്ര ഈ കപ്പാസിറ്റിയുള്ള ഡ്രഡ്ജർ കിട്ടിയില്ല. അതിന് പകരമായി കിട്ടാതെ വന്നപ്പോൾ അടിയന്തരമായി നമ്മൾ ചേറ്റുവഴി നമ്മുടെ ഹാർബറിന്റെ ഒരു പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പൊ നിലവിലുള്ള ഡ്രഡ്ജർ കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ കപ്പാസിറ്റി കുറഞ്ഞ ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ ആവശ്യമായ എക്യുപ്മെന്റ്സ് ഇല്ലാതെ വന്നതാണ് ഒരു പ്രശ്നം വന്നത്. എന്നാൽ നമ്മളത് പരിഹരിച്ചുകൊണ്ട് തന്നെ ചേറ്റുവായിൽ കൊണ്ടുവന്നു. ഇനി എന്താന്ന് ചോദിച്ചാൽ സംഭവിച്ചത് അവിടെ നിൽക്കട്ടെ. ഇപ്പോ അടിഞ്ഞുകൂടിയ മണ്ണ് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ, ഞാൻ പറയാം, ഇവിടെ മത്സ്യത്തൊഴിലാളി നേതാക്കന്മാർ തന്നെ പറഞ്ഞാണ്, 20 വർഷത്തിനുള്ളിൽ ഉണ്ടായ ഏറ്റവും വലിയ മണൽ കയറ്റമാണ്. അതായത് കടൽക്ഷോഭത്തിന്റെയോ അല്ലെങ്കിൽ പ്രകൃതിക്കുണ്ടായ പ്രയാസത്തിന്റെയോ കടലിലുണ്ടായ എന്തെങ്കിലും പ്രക്ഷുബ്ധ അവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്രയും മണൽ അവിടെ കടന്നുകൂടിയിരിക്കുന്നത്. ഡ്രഡ്ജിങ്ങിന്റെ പ്രശ്നം മാത്രമല്ല, ഇത്രയും മണല് ഈ 12-ാം തീയതി ശേഷം, അങ്ങനെ ഈ മാസം 12-ാം തീയതി മുതലാണ് ഇത്രയും മണൽ അവിടെ കയറുന്നത്. 12-ാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മളവിടെ ഡ്രഡ്ജിങ് ആരംഭിച്ചു. അപ്പൊ ഇത്രയും മണൽ കടന്നു വന്നപ്പോൾ അത്രയും മണൽ മാറ്റാനുള്ള സംവിധാനം ഇപ്പൊ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ സെപ്റ്റംബറിൽ ഡ്രഡ്ജ് ചെയ്ത് തുടങ്ങി, ഡിസംബറിൽ അവസാനിച്ചു, ഡിസംബറിൽ അടുത്ത പരിപാടി തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ വ്യവസ്ഥ. പക്ഷെ ആ സമയത്ത് ആ പ്രവർത്തനം തീർന്നില്ല. ഡിസംബർ കഴിഞ്ഞ് ഈ മാസമാണ് സെപ്റ്റംബറിൽ നടക്കേണ്ട പണി നടക്കുന്നത്. ഇത്ര വലിയ തോതിൽ ഒരു അപകട സാധ്യതയിലേക്ക് വന്നതിന് കാരണം അതുകൂടിയല്ലേ? അദാനി ഗ്രൂപ്പ് പൈസ തന്നില്ല, ആ പ്രശ്നം അല്ല. അദാനി ഗ്രൂപ്പിന്റെ പൈസ നമ്മൾ വൈകിയില്ലേ? 2 കോടി, ഞാൻ പറയാം, 2 കോടി 5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൊടുത്തു. ആ പണം കിട്ടുന്നത് നോക്കിയില്ല. ആ പണം കിട്ടിയോ കിട്ടിയില്ലെന്നത് ഗവൺമെന്റ് വിഷയമല്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ 18/12 തന്നെ എസ്റ്റിമേറ്റ് പ്രകാരം ടെൻഡർ എക്സിക്യൂട്ട് ചെയ്തു. അതങ്ങ് മനസ്സിലാക്കുക.
അതിനു മുമ്പ് അദാനി ഗ്രൂപ്പ് നമ്മൾ തീരുമാനിക്കപ്രകാരം 5 മീറ്റർ താഴ്ചയിൽ ഈ മണൽ മാറ്റുന്നതിന് അവർക്ക് വേണ്ടത്ര കഴിയാതെ വന്നുകൊണ്ടാണ് അവരെ ഒഴിവാക്കി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ നമ്മൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ ആ നടപടിക്രമങ്ങൾ പ്രോപ്പറായി തന്നെ ചെയ്തു. പക്ഷേ ഇത്രയും മണല് കയറുമെന്ന പ്രതീക്ഷ നമുക്കില്ല. ഇത് ഒരു പ്രതിഭാസമാണ്. ഇപ്പൊ ഈ പ്രതിഭാസം ഉണ്ടായത് ഈ 12-ാം തീയതിക്ക് ശേഷമാണ്. ഈ മാസം 12-ന് ശേഷം ഇപ്പൊ 4 ദിവസം കൊണ്ടാണ് ഈ പ്രതിഭാസം ഏറ്റവും കൂടുതൽ ശക്തമായത്. അതിനു മുമ്പ് അത്രയും മണലില്ല. നമ്മുടെ ഈ ഡ്രഡ്ജർ കൊണ്ട് തന്നെ നമുക്ക് മാറ്റാമായിരുന്നു. ഇതായിരുന്നു വസ്തുത. 80,000 ക്യൂബിക് മീറ്റർ മണൽ മാറ്റാനാണ് കരാറുള്ളത് നിലവിൽ. ഇപ്പൊ നിലവിൽ എത്ര ക്യൂബിക് മീറ്റർ മണൽ അവിടെ അടിഞ്ഞിട്ടുണ്ടാകും? ഇത് എങ്ങനെയാകും മാറ്റുക എന്നുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമ്മുടെ കൈവശം ഉണ്ടോ? ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ചേറ്റുവായി എന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുവന്ന് പണി ആരംഭിച്ചത്. ഇനിയിപ്പോ തുറന്നുള്ള ദിവസം നാളെ മുതൽ ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ആക്ഷൻ പ്ലാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. സമയബന്ധിതമായി രണ്ടാമത്തെ ഡ്രഡ്ജർ വന്നു കഴിഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മണൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയ പ്ലാൻ അടിസ്ഥാനമാക്കും. എത്ര ദിവസത്തിനകം? ഇന്ന് ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് 1 മാസത്തിനകം ഈ മണൽ മുഴുവനായി മാറ്റി പഴയ രൂപത്തിൽ പൊഴിയാക്കാൻ കഴിയുന്നതാണ്. മിനിസ്റ്ററുടെ ഒരു വാക്കും ഉറപ്പും എന്താണ് ഇക്കാര്യത്തിൽ? നമുക്കതൊരു തൊഴിലാളികൾക്ക് ആവശ്യമാണല്ലോ. മത്സ്യബന്ധനത്തിന് നമ്മളിപ്പോ നമ്മൾ 26-ാം തീയതി രണ്ടാമത്തെ ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ധരിക്കുന്നത്. 26-ാം തീയതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10 ദിവസം ഉണ്ടെങ്കിൽ നിലവിലുള്ള മെഷീൻ സമയം കൂട്ടി 10 മണിക്കൂർ 20 മണിക്കൂറാക്കി ഡ്രഡ്ജിങ് ആരംഭിക്കുകയും ചെയ്താൽ നമുക്ക് മാറ്റാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അത്രയും ദിവസം വേണ്ടി വരും. നമ്മൾ വസ്തുതയായിട്ട് പറയണമല്ലോ. അപ്പൊ ഒരു 10-20 ദിവസം കുറഞ്ഞത് ഇപ്പൊ അടിഞ്ഞുകൂടിയ മണ്ണ് വളരെ വലിയ ക്വാണ്ടിറ്റിയാണ്. അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റുന്നതിന് വേണം. അത് മാറ്റുന്നതിന് എല്ലാവരും സഹകരിച്ചാൽ ഈ പറയുന്ന ദിവസം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. ഇന്നലെ ഈ ഉരുൾപൊട്ടൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CITിന്റെയും ILUവിന്റെയും അടക്കം വലിയ പ്രതിഷേധം നടന്നിരുന്നു. അപ്പോൾ CITിന്റെ മുദ്രാവാക്യം വകുപ്പ് മന്ത്രി നീതി പാലിക്കുക, പോലീസിനെ രാജിവെക്കുന്ന മുദ്രാവാക്യം CIT അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സർക്കാരിന്റെ സംഘടന തന്നെ രംഗത്ത് വരുമ്പോൾ ഈ പ്രശ്നം ഇത്രയും നാം നീട്ടിക്കൊണ്ട് പോയത് സർക്കാരിന് വീഴ്ച ആയതുകൊണ്ട് തന്നെയല്ലേ? അല്ല, അതെ, CIT മുദ്രാവാക്യം വിളിക്കാൻ സംഘടനാപരമായ അവകാശമുണ്ട്. നിങ്ങളത് കാണുന്ന അത് സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനമാണ്. അത് CPMന്റെ ഏണി വെച്ച് വാലൊന്നുമല്ല. അത് അവരുടെ മുദ്രാവാക്യം വിളിക്കട്ടെ. അത് എന്ത് മുദ്രാവാക്യം വിളിച്ചാലും അത് അവരുടെ ഭാഗം. അത് ഇടപെടേണ്ടതും ചർച്ച ചെയ്യേണ്ടതും മന്ത്രി എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഭാഗം. ഞാൻ മന്ത്രി എന്ന നിലയിൽ ഈ വിഷയം 12-ാം തീയതി ഉണ്ടായതിനു ശേഷം 16-ാം തീയതി 2 ദിവസം അവധിയായിരുന്നു. ഇന്ന് തന്നെ വന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ യോഗവും ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻകാരുടെ യോഗവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗവും ഇന്ന് പൂർണ്ണ സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ച് കൂടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ പ്രിയപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററുടെ ചേർന്ന് ഇത്രയും കാര്യങ്ങൾ ഒരുക്കുകയും ഒപ്പം ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനും ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരുന്നതിനും മറ്റ് സന്നദ്ധ സഹായങ്ങൾ സംവിധാനം ഒരുക്കുന്നതിനും അല്ലാതുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് എന്റെ ഭരണപര ഉത്തരവാദിത്വം. സംഘടന നിലയിൽ അവർക്ക് ആ ഉത്തരവാദിത്വം പറയേണ്ട കാര്യമില്ല. അവർക്ക് സമരത്തിലൂടെ ഗവൺമെന്റ് ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം. അതാണ് ജനാധിപത്യം. INTUC-കാരും CIT-ഉം ഇനിയും ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സമരം ചെയ്യുന്നെങ്കിൽ 2 കൈ നീട്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യും. 20 ദിവസമാണ് മിനിസ്റ്റർ പറയുന്നത്. 20 ദിവസം എന്നുള്ള പരമായി നമ്മൾ ശരിയായി ഇത് പോവുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ മുഴുവൻ മണൽ നീക്കാൻ പറ്റുമെന്നാണോ? അതെ, പൊഴി മുറിച്ച് ഞാനൊരു കാര്യം നിങ്ങളോട് ആകുന്നത്, ഈ 177 കോടി രൂപയുടെ പദ്ധതി പൂർണ്ണമാകുമ്പോൾ മുതലപ്പൊടിയിലെ ശാശ്വതമായ പ്രശ്നത്തിന് പരിഹാരം കാണും. അല്ലാതെ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ നാളെ 15 മണിക്കൂറിൽ പ്രശ്നം തീരാം, നിങ്ങൾ പറയുന്നത് ശരിയല്ല. പറയട്ടെ, പൂനെയിലെ CWPRSന്റെ പഠനം പ്രകാരം നിലവിൽ നിർമ്മിച്ച ഹാർബർ ആ നിർമ്മാണം ഫെയിലറാണ്. അത് നിർമ്മിച്ച ആരാ ഉത്തരവാദി? സജി ചെറിയാണോ? വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ആ ഹാർബറിന്റെ നിർമ്മാണത്തിലെ പരാജയത്തിന് ഉത്തരവാദിത്വം ഇന്നത്തെ മന്ത്രിയുടെയോ ഗവൺമെന്റ് തലക്കെട്ടി വെക്കണ്ട. ആ നിർമ്മിച്ചവർ അന്ന് എന്താണോ കുറവ് കാണിച്ചത് അത് പരിഹരിച്ചത്. അതിന് പരിഹാരം കാണാൻ ഇന്നത്തെ ഗവൺമെന്റ് 177 കോടി രൂപ സാങ്ഷൻ ചെയ്ത് നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അഭിനന്ദിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരും സഹകരിച്ചാൽ 1-1.5 വർഷം കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിച്ചിരിക്കുമെന്നതാണ് ഗവൺമെന്റ് ഗ്യാരണ്ടി. ചോദിക്കാൻ കാര്യം 177 വലിയ വള്ളങ്ങൾ അകത്ത് കിടക്കുകയാണ്, പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് എത്ര ദിവസം കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് മത്സ്യത്തൊഴിലാളികൾക്കും അറിയാൻ ആകാംക്ഷ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന വിഷയമടക്കം ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം ഒരു മത്സ്യത്തൊഴിലാളി ഇതിന്റെ ഭാഗമായി പട്ടിണി കിടക്കേണ്ടി വരില്ല. അതാണ് അതിന്റെ അർത്ഥം. പ്രത്യേക പാക്കേജ് അതാ ഉൾപ്പെടെ ഞങ്ങൾ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആലോചിക്കും.
ഈ കൊല്ലത്തേക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം അവർക്ക് പോകുന്നതിനുള്ള സഹായത്തിന് 19 തീയതി അവിടെ കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ പോകാൻ താല്പര്യമുള്ളവർക്ക് പോയാൽ അവർക്ക് മറ്റു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള നിലപാടും ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിച്ചു. മെയ് 20 അതിന്റെ ബിഡ് ഇതെല്ലാം കഴിഞ്ഞു. ഇനി അത് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് 20 തീയതി തുടങ്ങും. അതിനുവേണ്ടിയാണ് നാളെ ഇത് പൊഴി മുറിക്കുന്നത്. അല്ല, അതൊക്കെ പിന്നത്തെ കാര്യം. ഇപ്പൊ ആദ്യം പൊഴി മുറിച്ച് മാറ്റി അവിടെ കോടിക്കണക്കിന് രൂപ മുടങ്ങി മത്സ്യം വളർത്തുന്നു, ഒരുപാട് വീടുകൾ അപകടത്തിൽ. അത് ചെയ്തേ പറ്റൂ, അത് എല്ലാവരും സഹകരിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, അതെ. പിന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളം കൊണ്ടുവന്ന് പൊഴി മുറിച്ചേ പറ്റൂ. അപ്പം നമ്മളെല്ലാവരും സഹകരിക്കുക. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിന്റെ തലയെ കെട്ടിവെച്ച്, ഏതെങ്കിലും ഒരാളിന്റെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന പ്രശ്നമല്ല. മാധ്യമങ്ങളും അവിടുത്തെ ട്രേഡ് യൂണിയനും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും എല്ലാ സംവിധാനവും ഒരുമിച്ച് നിന്നാൽ ഏറ്റവും വേഗം മുതലപ്പൊടിക്ക് ശാശ്വത വരെയാണ്. അതാണ് ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് 3 വർഷം കൊണ്ട് ഒരു ഹാർബർ കേരളത്തിൽ തുടങ്ങാൻ കഴിയുമോ? ഒരു 10 വർഷത്തിൽ കുറഞ്ഞ പഠനവും അതിന്റെ പരിപാലനവും പരിപാടിയായിട്ടും. പക്ഷെ 3 വർഷത്തിനുള്ളിൽ മുതലപ്പൊടിയുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഹാർബർ നവീകരണത്തിന് 177 കോടി രൂപ കൊണ്ടുവന്ന് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറയാൻ കഴിയുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഏറ്റവും കൂടുതൽ സമയം ഈ ഗവൺമെന്റ് ചെലവഴിച്ചത് മുതലപ്പൊഴി ഹാർബറിന് വേണ്ടിയാണെന്നുള്ള വസ്തുത മറച്ചു വെക്കരുത്. ഈ ചർച്ചയിൽ ഈ പറഞ്ഞ സർക്കാർ മുന്നോട്ട് വെച്ചതും മന്ത്രി മുന്നോട്ട് വെച്ച ആശയങ്ങളുമൊക്കെ ചർച്ചയ്ക്കെത്തിയ മത്സ്യത്തൊഴിലാളികളും സംഘടനാ പ്രതിനിധികളും ഉൾക്കൊണ്ട പോലെ തന്നെ ഉൾക്കൊണ്ടെന്ന് തോന്നുന്നു. അവര് ഉൾക്കൊള്ളണമല്ലോ. ഞാനല്ലല്ലോ, എന്നേക്കാൾ ഉൾക്കൊള്ളേണ്ടത് അവരാണ്. അവരാണ് ഈ ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നവർ. ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ്, അല്ലെ എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. അവർ തീർച്ചയായിട്ടും ഉൾക്കൊള്ളും. അവരെല്ലാം സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സഹകരിച്ച് ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നം നമുക്ക് ശാശ്വതമായ പരിഹാരം കാണണം. അതാണ് ഇതിന്റെ വഴി. വേറെന്താ വഴി? വേറെ വഴിയില്ല. സർക്കാർ ഏറ്റുമുട്ടാനില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, മത്സ്യത്തൊഴിലാളികൾ അവർക്ക് എന്തെങ്കിലും ദോഷം വരുന്ന ഒരു കാര്യവും സർക്കാർ ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യം സർക്കാർ ചെയ്യത്തുള്ളൂ. ഒരു ഏറ്റുമുട്ടുന്ന സർക്കാർ ബോധ്യമില്ല.